പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21 അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങൾ ഇന്ന് ഈ കൈത്താക്കാലത്തിന്റെ 6ാമത്തെ ആഴ്ചയിലെ ഈ ബുധനാഴ്ച നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ഈശോ തിബേരിയസ് കടൽ തീരത്തെ ശിഷ്യന്മാർക്ക് സ്വയം വെളിപ്പെടുത്തുന്നത്, അത് 3ാം തവണ വെളിപ്പെടുത്തുന്നതിനെ കുറിച്ചും അത്ഭുതകരമായ ഒരു മീൻപിടുത്തം ഈശോയുടെ നിർദ്ദേശം അനുസരിച്ച് ശിഷ്യന്മാർക്ക് കിട്ടുന്നതുമാണ് ഇന്നത്തെ നമ്മുടെ തിരുവചന വായനയിലെ പ്രധാനപ്പെട്ട ആശയം. തൻ്റെ ശിഷ്യന്മാർ തന്നെ മറന്നാലും താൻ ഒരിക്കൽ തിരഞ്ഞെടുത്ത അവരെ ഒരിക്കലും ഉപേക്ഷിക്കാതെ അവരെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ദൈവത്തെയാണ് തിബേരിയസ് കടൽ തീരത്ത് നമ്മൾ കാണുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 2 തവണ കണ്ട് എന്നിട്ടും വിശ്വസിക്കാൻ പറ്റാതെ വീണ്ടും പഴയ ജോലി അന്വേഷിച്ച് ഇനി അതിലേക്ക് തന്നെ മടങ്ങാമെന്ന് ചിന്തിച്ചു പോയി വള്ളത്തിൽ കയറി മീൻപിടുത്തത്തിന് പോകുന്ന ശിഷ്യന്മാർക്ക് താൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് കണ്ട് അവരെ അന്വേഷിച്ചു ചെന്ന് അവർക്ക് സഹായത്തിന് നിർദ്ദേശങ്ങൾ കൊടുത്ത് ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായി വലിയ മീൻപിടുത്തം അവർക്ക് കിട്ടുന്നത് ഈശോ ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ്. അവർ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് ഒരു പരിധിവരെ ഉപേക്ഷിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ട് പോയപ്പോഴും ദൈവം ഒരിക്കൽ തിരഞ്ഞെടുത്ത അവരെ ദൈവം വിട്ടിട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധേയമായി ഇവിടെ കാണുന്ന കാര്യം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമ്മളെ അന്വേഷിച്ചു വരുന്ന ദൈവത്തെ, നമ്മുടെ അടുത്തേക്ക് നമ്മളെ തേടി വരുന്ന ദൈവത്തെ, നമ്മോട് സംസാരിക്കുകയും നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന എന്ന വിരുന്ന് ഒരുക്കി കാത്തിരിക്കുകയും ചെയ്യുന്ന ഈശോയെ നമ്മൾ സഭയിൽ അനുഭവിക്കുന്നു ഓരോ ദിവസവും. തിബേരിയസ് കടൽ തീരത്ത് വലിയ വള്ളത്തിൽ വലിയ മീൻപിടുത്തം വല നിറഞ്ഞ ശിഷ്യന്മാർ കരയിലേക്ക് കയറി വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ കാത്തിരുന്ന, അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഈശോയെ പോലെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നമ്മളെ തേടി വന്ന് നമുക്ക് വേണ്ടി ജീവന്റെ ഭക്ഷണം ഒരുക്കി കാത്തിരിക്കുന്ന ഈശോയെയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോ ദിവസവും കാണുന്നത്. ഇതിന്റെ ഫലം എന്താണ്? ശിഷ്യന്മാർ ഒടുവിൽ അവനെ തിരിച്ചറിയുന്നു. നമ്മൾ ഈശോയെ ഓരോ ദിവസവും ഇതുപോലെ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധേയമായ ചോദ്യം. ഒരുപക്ഷെ അദൃശ്യനായി മറ്റുള്ളവരുടെ രൂപത്തിൽ നമ്മുടെ പ്രയാസങ്ങളുടെ കടൽക്കരയിൽ വന്നു നിന്ന് നമ്മളോട് നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ നമ്മുടെ സുഹൃത്തുക്കളിലൂടെ, നമ്മുടെ ആത്മീയ പിതാക്കളിലൂടെ, നല്ല ബന്ധുക്കളിലൂടെ ഒക്കെ ഈശോ നമ്മളോട് ഒരുപക്ഷെ മാതാപിതാക്കളിലൂടെ, അധ്യാപകരിലൂടെ, മുതിർന്നവരിലൂടെ, ആത്മീയ വ്യക്തികളിലൂടെയൊക്കെ, നല്ല സുഹൃത്തുക്കളിലൂടെയൊക്കെ നമ്മളോട് സംസാരിച്ച് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ പുതിയ നിർദ്ദേശങ്ങൾ നൽകുന്ന ഉയർത്തെഴുന്നേറ്റ ഈശോയെ നമ്മളും ഓരോ ദിവസവും അനുഭവിച്ചറിയുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധേയമായി ഓർമ്മിക്കേണ്ട കാര്യം. നമ്മളെയും ജീവിതത്തിൽ ഒരിക്കൽ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പിന്നെ ഒരിക്കലും കൈവിടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഓരോ രീതിയിൽ നമ്മളെ സഹായിച്ചുകൊണ്ട് ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ് ഓരോ ദിവസത്തെയും വിശുദ്ധ കുർബാന അർപ്പണം നമുക്ക് നൽകുന്ന പ്രധാനമായ ആത്മീയ സന്ദേശം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. 3ാമത്തെ പ്രത്യക്ഷപ്പെടലിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരെ അങ്ങ് വന്ന് കണ്ടപ്പോൾ ആ അത്ഭുതകരമായ മീൻപിടുത്തത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ അവർ ഈശോയെ തിരിച്ചറിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് ഈശോയിലേക്ക് വീണ്ടും വരുന്നു. കർത്താവെ, ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളെ തേടി വരുന്ന അങ്ങേ വിശുദ്ധ കുർബാനയിൽ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ ആ പ്രാധാന്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അത് മനസ്സിലാക്കി കൂടുതൽ തീക്ഷ്ണതയോടെ അങ്ങയോട് ചേർന്നിരിക്കാനും അങ്ങയിൽ മനസ്സർപ്പിച്ച് ജീവിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.